വാതിലാവുക. പ്രത്യാശയിലേക്ക് നയിക്കുന്ന വിശ്വാസത്തിന്റെ വാതിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ധന്യ മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്താൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് സന്യാസ ജീവിതം എന്ന പുതിയൊരു ജീവിതാന്തസ്സിന്റെ വാതിൽ തുറന്നുകൊടുത്തവളായിരുന്നു മദർ ഏലീശ എന്ന് നമുക്ക് പ്രത്യേകം ഓർക്കാം. തൻ്റെ ജീവിത സാഹചര്യത്തിൽ ഏലീശ അമ്മയുടെ മാതാപിതാക്കളും കുടുംബത്തിലെ മുതിർന്നവരും അവരുടെ അറിവും തിരിച്ചറിവും മുൻനിർത്തിക്കൊണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ കുടുംബത്തിൽ വിദ്യാഭ്യാസം നൽകിയത് കൊണ്ട് മാത്രമാണ് തനിക്ക് വിജ്ഞാനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയതെന്ന് തിരിച്ചറിവ് ഉള്ളവളായിരുന്നു മദർ ഏലീശ. എന്നാൽ ഈ വാതിൽ തൻ്റെ ചുറ്റുമുള്ള ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും അന്യമാണെന്ന് അറിയുക കൂടി ചെയ്തതോടെ മദർ വിദ്യാഭ്യാസത്തിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വാതിൽ കൂടി ഈ നാട്ടിലെ സ്ത്രീകൾക്കായി തുറന്നിട്ടു. അമ്മയ്ക്ക് ഇതിന് കഴിഞ്ഞത് വഴിയും സത്യവും ജീവനുമായ യേശുനാഥൻ തന്നെ വെളിച്ചമായും വാതിലായും മുന്നിലുണ്ട് എന്ന ഒരു തിരിച്ചറിവിലൂടെ ആയിരിക്കണം. സുവിശേഷത്തിൽ ഈശോ തുറന്നിട്ട വാതിലുകളാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അന്ധനായ മനുഷ്യന് കാഴ്ചയുടെ വാതിൽ, ബധിരന് ശബ്ദത്തിൻ്റെ വാതിൽ, തളർന്നുപോയവന് ഉണർവിൻ്റെ വാതിൽ, മൃതിയടഞ്ഞവന് ജീവന്റെ വാതിൽ, കുഷ്ഠരോഗ നിമിത്തം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവന് സമൂഹ മധ്യത്തിലേക്ക് ശുദ്ധിയുടെ വാതിൽ, പലവിധത്തിൽ പാപത്തിൽ ഉൾപ്പെട്ടു പോയവർക്ക് വിശുദ്ധിയുടെ വാതിൽ, ഇങ്ങനെ ഒട്ടേറെ വാതിലുകൾ തുറന്നിട്ടവനായിരുന്നു ഈശോ. തൻ്റെ മുന്നിൽ സൗഖ്യത്തിനു വേണ്ടി കേഴുന്ന ഓരോ മനുഷ്യരോടും ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് ഇത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ എന്നാണ് ഈശോ ചോദിക്കുന്നത്. സൗഖ്യം ആഗ്രഹിക്കുന്നവനും അവന് ചുറ്റുമുള്ളവരും എത്രമാത്രം വിശ്വാസത്തോടെയാണ് തന്നെ സമീപിക്കുന്നതെന്ന് അവരുടെ മിഴികളിൽ നോക്കി അവരുടെ വാക്കുകളിൽ നിന്ന് ഈശോ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം ഈ വിശ്വാസമുണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നാണ്. അവർക്കൊക്കെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് വന്ന വിശ്വാസത്തിൽ നിന്നാണ് സൗഖ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടിയത്. ഏലീശ അമ്മയ്ക്കും ഈ ഒരു വിശ്വാസമുണ്ടായിരുന്നു. പുതിയൊരു ജീവിതാന്തസ്, സന്യാസമെന്ന പുതിയൊരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ തനിക്ക് മുന്നിൽ കാണാൻ മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈശോയിൽ അടിയുറച്ച വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് അതിന് കഴിഞ്ഞത്. ദിവ്യകാരുണ്യനാഥനിൽ സദാ മിഴിനട്ടുകൊണ്ട് ഈശോയെ ആഴത്തിൽ സ്നേഹിച്ചതുകൊണ്ട് അവനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനും ആ വിശ്വാസത്തിൽ നിന്ന് കിട്ടിയ ശക്തിയോടെ പുതിയ പ്രത്യാശയിലേക്ക് ഒരുപാട് പേർക്ക് വാതിലായി തീരുവാനും അമ്മയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും മദർ ഏലീശ കാണിച്ചു തന്ന ഈ വഴിയിലൂടെ യേശുവിൽ പൂർണ്ണമായും ശരണം വെച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസത്തോടെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പ്രത്യാശയുടെ വാതിലുകൾ തുറന്നു വയ്ക്കുന്നവരാകാൻ സർവേശ്വരൻ നമ്മെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.